ബലാത്സംഗ കേസിൽ അകത്ത് പോയിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ചിറങ്ങിയവരൊക്കെ ബാലസംഘത്തിന്റെ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്യാനും കുട്ടികളോട് സംവദിക്കാനും വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുന്നത്. ആരാണ് വേടനെ സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് വേടനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത്? ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെതിരെ ഇത്തരത്തിലൊരു പീഡന ആരോപണം വന്ന സമയത്ത് അയാളുടെ ലൈഫ് തന്നെ തീർത്തു കളഞ്ഞില്ല. ആളെ കണ്ടുപിടിക്കാൻ ഇതുവരെ നമ്മുടെ പോലീസിനോ അയാളുടെ ഫോൺ വെച്ച് ട്രാക്ക് ചെയ്യാനോ നമ്മുടെ സൈബർ സെല്ല് സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കണം. ഇന്ന് ഈ നാട്ടിൽ ആർക്കാണ് ഇത്ര അടിച്ചമർത്തല് ഉള്ളത്? എനിക്ക് അങ്ങനെ തോന്നണില്ല. അവർണൻ സവർണൻ എന്നുള്ള ഈ രണ്ട് വേർഡ്സ് ഇതുപോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അവരെ വിഭജിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കുള്ളൂ. ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച ശ്രീരാമനാണോ നിങ്ങളുടെ മര്യാദ പുരുഷോത്തമൻ എന്ന് എഴുതി വെക്കാം. അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാമല്ലോ, അവർക്ക് ധൈര്യം ഉണ്ടോ? 6 വയസ്സ് അല്ലെങ്കിൽ 5, 3, 4 വയസ്സുള്ള കുഞ്ഞു പെൺകുട്ടികളെ കൊണ്ടൊന്ന് കല്യാണം കഴിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നവരെയാണോ നിങ്ങൾ മര്യാദ പുരുഷോത്തമന്മാരായിട്ട് കാണും? വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമൻ ഹീറോ അല്ല, അല്ലെങ്കിൽ എനിക്ക് രാമനെ അറിയില്ല, എനിക്ക് രാവണനെ അറിയുള്ളൂ. നായകന്മാരല്ലാത്ത പ്രതിനായകന്മാരെ നായകീവൽക്കരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിഗരറ്റ് വലിച്ചാലേ, അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിച്ചാലേ ഞാൻ ആണാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്താലേ ഞാൻ ഹീറോ ആകുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കും. നമസ്കാരം. നമസ്തേ. വേടൻ വിഷയം വീണ്ടും ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വേടന്റെ പേരിൽ പരാതികൾ വന്നു. ഇന്നിപ്പോ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാവംലാദിത്യ പറയുകയുണ്ടായി, വേടനെ ആരും സംരക്ഷിക്കുന്നില്ല, വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങളെല്ലാം തടയും. ഹൈക്കോടതി സ്റ്റേ ചെയ്തത് നമ്മൾ കണ്ടു, വേടന്റെ അറസ്റ്റ്. ആരാണ് വേടനെ സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് വേടനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് ആ വ്യക്തിയെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ വ്യക്തി കേരളത്തിൽ എവിടെയോ ഒരിടത്ത്, പുറത്തേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു, കേരളത്തിൽ എവിടെയോ ഒരിടത്ത് സുരക്ഷിതമായിട്ട് ജീവിക്കുകയാണ്. ആളെ കണ്ടുപിടിക്കാൻ ഇതുവരെ നമ്മുടെ പോലീസിനോ അയാളുടെ ഫോൺ വെച്ച് ട്രാക്ക് ചെയ്യാനോ നമ്മുടെ സൈബർ സെല്ല് സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ഞാൻ ചോദിക്കണേ. അതായത് അയാളുടെ ഇപ്പോൾ പറയുന്ന അയാളുടെ ലവർ എന്ന് പറയുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം അവരുടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു മിറർ സെൽഫി അവരുടെ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വേടൻ എവിടെയോ അയാൾക്ക് അറിയാവുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് തന്നെ ഉണ്ട് എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെതിരെ ഇത്തരത്തിലൊരു പീഡന ആരോപണം വന്ന സമയത്ത് അയാളുടെ ലൈഫ് തന്നെ തീർത്തു കളഞ്ഞില്ല. അയാളെ പിടിക്കാനും അയാളെ ജയിലിലിടാനും റിമാൻഡിൽ കൊണ്ടുപോകാനും അയാളുടെ ജീവിതം തകർക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലെ പോലീസിനും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്കൊക്കെ എന്തൊരു ആവേശമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അയാളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കാനോ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ആരുടെ സംരക്ഷണം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേടൻ എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളന് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഒന്നും മിണ്ടാതെ കണ്ണും കെട്ടി വായും പൂട്ടി ചെവിയും പൂട്ടി നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്ര ദിവസങ്ങളായിട്ട് അയാൾക്ക് നാട്ടുകാരെ പറ്റിച്ച് എവിടെയോ ഒരിടത്ത് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ വേടന്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു കേസല്ല, 2021 ഒരു മീറ്റു കേസ് ഉണ്ടായിരുന്നു, അതിനുശേഷം കഞ്ചാവ് കേസ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ പരാതി വന്നു, പരാതി പിൻവലിച്ചു എങ്കിലും ഡോക്ടറുടെ പരാതി, അതിനുശേഷം അതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പരാതികളൊക്കെ വന്നു. അപ്പോഴും വേടന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മുറവിളി കൂട്ടുന്നവർ ഒരുപാടാണ്. അതെനിക്ക് അങ്ങനെ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ശരി ഒരിക്കലും ഇല്ല. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ വെള്ള പൂശാനും അയാൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നും വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേടനെതിരെ കള്ള കേസ് ചുമത്തിയതാണ് എന്നുള്ള രീതിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് റീലുകളും കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിടുന്നതായിട്ട് നമ്മൾ അതെ. ഇതിപ്പോൾ ഒരു കേസാണെങ്കിൽ ഒരാളെ ന്യായീകരിക്കുന്നത് ശരിയാണ്. അപ്പോഴും ഞാൻ ഈ ചോദിക്കുന്നത്, ഇതിന് മുന്നേ ഇതുപോലുള്ള കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, നമ്മൾ ആ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇതിന് മുന്നേ ഇതുപോലുള്ള കേസുകളിൽ പെടുന്ന ആൾക്കാർ ഒരു കേസോ 1-2 കേസെന്നല്ല, ഏതെങ്കിലും ഒരു കേസ് കൊണ്ട് തന്നെ അയാളുടെ ജീവിതം തന്നെ തകർന്നു പോവാം. അപ്പോൾ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടോ അങ്ങനെയൊക്കെ പോയി സ്ത്രീകൾ കൊണ്ട് കേസ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പരസ്പരം സ്നേഹിച്ചിട്ട് ഒരു ആൺകുട്ടി പെൺകുട്ടി ഇറങ്ങി പോകുന്ന സമയത്ത്
അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കൂടിയും ഈ പറയുന്ന പോലെ പോക്സോ ചുമത്താനും അയാളെ ജയിലിലിടാനും യാതൊരു കാരണമില്ലാണ്ട് പീഡന ആരോപണം ആ പെൺകുട്ടിയുടെ പാരൻസ്, ആ പെൺകുട്ടിക്ക് പ്രശ്നമില്ലെങ്കിലും പാരൻസ് കൊണ്ട് കേസ് കൊടുത്താൽ കൂടിയും ഇതുപോലുള്ള ആളുകളെ കൊണ്ട് ജയിലിടുക, അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കേരളത്തിൽ ഈ പറയുന്ന വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങളും ഇത്രയധികം കേസുകളും വന്നിട്ട് അയാൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ഇതുപോലെ ഒരു കൂസലും ഇല്ലാണ്ട് ഇതൊന്നും എന്നെ ബാധിക്കണ വിഷയമേ അല്ല എന്നുള്ള രീതിക്ക് ഇത്രയേറെ തെറ്റുകൾ ചെയ്തിട്ട് അയാൾ നടക്കുന്നത്? അയാൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ വളരെ ചെറിയ കൊച്ചുമക്കൾ അയാളിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇത്രയേറെ നീതികേടുകൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയും ലൂപ്പ് ഹോളുകൾ നമ്മുടെ നിയമവും നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ ഈ സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇനി വരുന്ന ഒരു തലമുറ എന്താ പഠിക്കേണ്ടത്? ഈ നാട്ടിൽ എന്ത് തോന്നിയാസം ചെയ്താലും, ഈ നാട്ടിൽ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുരയ്ക്കുന്ന പട്ടിയെ പോലെ ഞങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കൊടി പിടിക്കാൻ വേണ്ടി അവരുടെ നായകളെ പോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമ സംവിധാനവും ഈ നാട്ടിലെ ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ഞങ്ങൾക്ക് എന്ത് തോന്നിയാസം ചെയ്യാന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് തുല്യമല്ലേ അത്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേടൻ ഇത്രയും ഫേമസ് ആയിരുന്നില്ല, ഒരു പരിധി വരെ ഫേമസ് ആയിരുന്നില്ല. ഈവൻ ഈ കഞ്ചാവ് കേസ് വന്നതിന് ശേഷം വേടന് കിട്ടിയ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അദ്ദേഹം വേടൻ മാധ്യമങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോലീസുകാരെ ഇറക്കി വിട്ടു. അങ്ങനെ വേടൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ഏറ്റു പറഞ്ഞ ഒരു വേടനെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു കേസുകളൊന്നും വരില്ലായിരിക്കും. വീണ്ടും വേടനെതിരെ കേസുകൾ വന്നു, എത്ര കേസുകൾ വന്നു. അപ്പം വേടൻ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? വേറൊന്നുമല്ല, എന്ത് തെണ്ടിത്തരം ചെയ്താലും എന്നെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പ് ഉണ്ടാവും, ഈ നാട്ടിലെ പോലീസുകാരുണ്ടാവും, കേരള പോലീസ് ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിച്ചാൽ മതി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ നമ്മൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും പല ആരോപണങ്ങളും അവർക്ക് മേൽ ഉന്നയിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ, ഒരു റാപ്പർ എന്ന പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് തോന്നിയാസം ചെയ്യാന്നുള്ള ഒരു വലിയ ബാഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് മെസ്സേജാണ് ഈ സമൂഹത്തിന് അയാൾ കൊടുക്കുന്നത്. ഇപ്പം ആ കേസിന് ശേഷം വേടന് പോപ്പുലാരിറ്റീസ് ഒരുപാടായി, കൂടുതൽ കിട്ടി, അതുപോലെ തന്നെ പ്രോഗ്രാംസ് കൂടുതൽ കിട്ടി. ഈ നാട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് നമ്മൾ വളരെ ഭയത്തോടു കൂടി നോക്കണം. ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായാൽ അല്ലെങ്കിൽ ഒരു റേപ്പ് കേസിൽ പ്രതിയായാൽ, ഇതുപോലുള്ള വഞ്ചന കുറ്റത്തിന് പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ എന്തോ വലിയ ഹീറോ ആണെന്നുള്ള രീതിയിൽ ഇപ്പോൾ രാവണനെ ഹീറോ വൽക്കരിക്കുന്ന സമൂഹമാണ് ഇപ്പോഴത്തേത്. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അനീതികൾ ചെയ്യുന്നവരെ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകളെയൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഒരു നായക പരിവേഷം നൽകുന്ന രീതിയിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, SFI കഴിഞ്ഞ ദിവസം ഒരു കോളേജിന്റെ വാതിൽക്കൽ രാമനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കാട്ടിൽ വനത്തിൽ കൊണ്ട് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച രാമനാണോ നിങ്ങളുടെ മര്യാദ പുരുഷോത്തമൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാമൻ ഹീറോ അല്ല, അല്ലെങ്കിൽ എനിക്ക് രാമനെ അറിയില്ല, എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന്. അപ്പം ഇത്തരത്തില് നായകന്മാരല്ലാത്ത പ്രതിനായകന്മാരെ നായകീവൽക്കരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുമ്പോൾ അറിയാം, വേടന് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. അതിലെ സർക്കാർ പ്രോഗ്രാംസ് പോലും, സർക്കാരിന്റെ പരിപാടികളിൽ പോലും ഈ കഞ്ചാവ് കേസിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. സർക്കാരിന്റെ പരിപാടികളിൽ പോലും വേടന് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. അങ്ങനെ വേടന് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നു. വേടൻ എന്ന വ്യക്തി അവിടെ വിചാരണ ചെയ്യപ്പെട്ടില്ല, പകരം അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് സമൂഹത്തിലേക്ക് വിട്ടത്. ആശയമാണ് എല്ലാവരും അറിഞ്ഞതും അതനുസരിച്ചാണ് സമൂഹം കാണുന്നതും ഒക്കെ. അപ്പം വേടന്റെ രാഷ്ട്രീയം വെച്ച് ദളിത് രാഷ്ട്രീയം വെച്ച് അദ്ദേഹം ഒരു വലിയൊരു പ്ലാൻ ഉണ്ടാക്കി കളിച്ചു എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആളുകളെ സർക്കാരുടെ പരിപാടിക്ക് ക്ഷണിക്കുന്ന കാര്യം നമുക്കറിയാം. ബാലസംഘത്തിന്റെ പരിപാടികളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുന്നവൻ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്തിറങ്ങിയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ബലാത്സംഗ കേസിൽ അകത്ത് പോയിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ചിറങ്ങിയവരൊക്കെ ബാലസംഘത്തിന്റെ പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്യാനും കുട്ടികളോട് സംവദിക്കാനും വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഇതേ ഇടതുപക്ഷ സർക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി സർക്കാർ പരിപാടിക്ക് വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്താ അതിശയിരിക്കുന്നത്? അത് തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ അതിശയപ്പെടാനില്ലാത്ത രീതിക്കുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണിത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം വേടനെ കിട്ടിയ പോപ്പുലാരിറ്റിയെ കുറിച്ചാണ്. വേടന്റെ വിപണി ഭയങ്കരമായിട്ട് ഉയർന്നതായിട്ട് നമ്മൾ കണ്ട ആ കേസിന് ശേഷം സർക്കാർ പരിപാടികളിൽ പോലും വേടന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നു. വേടൻ അവിടെ മാർക്കറ്റ് ചെയ്തത് വേടന്റെ
ആ ഒരു രാഷ്ട്രീയത്തെയാണെന്ന് ഞാൻ പറയും. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വേടന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേടൻ എന്ത് രാഷ്ട്രീയം ഉള്ളത്? അതായത് ഞാൻ കറുത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്, ഞാൻ ദളിതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന തേർഡ് റേറ്റ് പരിപാടികളാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെ വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന വളരെ വലിയ അർത്ഥമുള്ള ഒരു വാക്കിനെ ഇത്രയും എന്താ പറയുക, ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിൽ, ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു വേർഡിനെ പരിവർത്തനപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് പലരും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ വേടൻ ഞാൻ ദളിതനാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ആർക്കാണ് ഞാൻ ദളിതനാണ് അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എന്ന് ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് വരേണ്ട അവസ്ഥയുള്ളത്? നമ്മുടെ രാഷ്ട്രപതി അടക്കമുള്ള ആളുകൾ, നമുക്കറിയാം APJ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകൾ, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലുള്ള ആളുകൾ, നമ്മുടെ മണിച്ചേട്ടൻ, ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ മണിച്ചേട്ടനാണ്. ഇതുപോലുള്ള ആളുകളൊക്കെ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ഈ സമൂഹം ഇന്നും ആദരവോടുകൂടി സ്നേഹിക്കുന്ന ആളുകളാണ്. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം, ഇത്രയും കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഈശ്വരനെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നും അദ്ദേഹത്തെ ഈശ്വരനെ പോലെ കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ വലിയവനാവുകയും ചെറിയവനാവുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കറുത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ്, ഇപ്പം ഞാൻ സാമ്പത്തികമായി ഇത്തിരി പിന്നോക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും അങ്ങോട്ട് അടിച്ചമർത്താണ്. ഇന്ന് ഈ നാട്ടിൽ ആർക്കാണ് ഇത്ര അടിച്ചമർത്തൽ ഉള്ളത്? എനിക്ക് അങ്ങനെ തോന്നണില്ല. കാരണം ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും ക്ലാസ് മുറികളിൽ ഇവൻ നായരാണോ, ഇവൻ ഈഴവനാണോ, ഇവൻ SC/ST ആണോ നോക്കിയിട്ടല്ല ഞങ്ങളാരും കൂട്ടുകൂടുന്നത്. ആരും നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ, ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും സഹജീവികളാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ഈ ജാതീയത എന്ന് പറയുന്ന, ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ യൂട്ടിലൈസ് ചെയ്തിരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണത്. അത് വിഭജിക്കുക, ഭരിക്കുക, അത് എല്ലാവരെയും ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയാണത്. അപ്പോൾ എല്ലാവരെയും പരസ്പരം തമ്മിൽ തല്ലിച്ച്, അല്ലെങ്കിൽ അവർണരാണ്, ഇവർ സവർണരാണ്, അത് ബ്രാഹ്മണിക്കൽ ഒരു ഹെറർക്കിയായിട്ട് ഭാഗമായിട്ട് വന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ മേധാവിത്വം, അതാണ്. നിങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്, അവർ വെളുത്ത ആളുകളാണ്, ഇവർ കറുത്ത ആളുകളാണ്. ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ഈ സമൂഹത്തിൽ നിന്ന് എന്നോ മൺമറഞ്ഞു പോയിട്ടുള്ള വിവേചനങ്ങളും വിഭജനങ്ങളും ഒക്കെ പിന്നെയും ആളുകളുടെ മൈൻഡിലേക്ക് കുത്തി നിറയ്ക്കുകയും ഈ നാട്ടിലെ ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്കതേ പറ്റുള്ളൂ. ഈ നാട്ടിലെ ഹൈന്ദവരെ പല ഭാഗങ്ങളായി എല്ലാ കാലത്തും അവർണൻ സവർണൻ എന്നുള്ള ഈ രണ്ട് വേർഡ്സ് ഇതുപോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അവരെ വിഭജിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളത്തിൽ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വീണ്ടും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആളുകളെ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവരിൽ ഭിന്നത ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരിൽ കൂടുതൽ ഭയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സംഘപരിവാർ ഇവിടെ മുസ്ലിമുകളെ അടിച്ചമർത്തും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം CAA അല്ലെങ്കിൽ CAB വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ നാട്ടിൽ എന്തൊക്കെ പ്രഹസനങ്ങളാണ് നടന്നത്. അതായത് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഇസ്ലാമുകൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി നടത്തുന്ന പദ്ധതിയാണെന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവരത് വിശ്വസിക്കുക, അതിൻ്റെ പേരിൽ ഈ നാട്ടിൽ ഇത്രയധികം കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുക, ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആളുകളെ തമ്മിൽ എല്ലാ കാലത്തും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കുക, അവരുടെ ഉള്ളിൽ എല്ലാ കാലത്തും ആ ഒരു സ്പർദ്ധ, അല്ലെങ്കിൽ ആ ഒരു വേദന, അവരുടെ കഴിഞ്ഞ കാലത്തിൽ അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന അവരുടെ പൂർവ്വർക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ള വേദനകളെ പറ്റിയിട്ടൊക്കെ അവരുടെ അടുത്ത് ഇപ്പോഴും പറഞ്ഞു കൊടുത്ത് അവരെ എല്ലാ കാലത്തും പരസ്പരം ഭിന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ നാടിനെ ഭരിക്കാനാണ് അവർ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ഒരു ടൂളാണ് ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ആള്. തീർച്ചയായും. ഇപ്പം വേടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കണ്ട് ആരും പഠിക്കരുതെന്ന്. കഞ്ചാവ് കേസിൽ പ്രതിയായ സമയത്ത് വേടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കണ്ട് ആരും പഠിക്കരുത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാനത് തിരുത്തുമെന്ന് പറഞ്ഞ വേടന്റെ പാട്ടുകളിലൂടെ പുറത്തു വിടുന്ന ആശയം എന്താണ്? ഒരു വർഗീയത പരത്തുന്ന ഒരു ആശയമല്ലേ
കുഞ്ഞു കുട്ടികളിലേക്ക് വരെ വേടൻ പരത്തുവിടുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാം, കാറിലായാലും ഓരോ വണ്ടികളിലായാലും ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഫോണിലായാലും വേടന്റെ പാട്ടില്ലാണ്ട് ഇരിക്കില്ല, ഒരു പാട്ടെങ്കിലും വേടന്റെ കാണും. അപ്പൊ വേടൻ അവരിലേക്ക് കുത്തിവെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ജാതീയതയും വർഗീയതയും അല്ലേ? തീർച്ചയായിട്ടും. സംഗീതം എന്ന് പറയുന്ന വളരെ നമ്മൾ ആദരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ സംഗീതം എന്ന് പറയുന്ന സാധനം കൊണ്ട് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ സംഗീതം എന്ന് പറയുന്ന ഒരു അനുഗ്രഹത്തെ അദ്ദേഹം വളരെ മോശം രീതിയിൽ പല ആളുകളുടെയും താല്പര്യത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ മിസ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികൾ വളരെ മോശമായിട്ട് അയാളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. നമുക്കറിയാം, നമ്മുടെ പൊതുസമൂഹം നിലവിലിപ്പം അനുഭവിച്ചു വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പ്രതിനായകന്മാരെ നായകന്മാരായി ചിത്രീകരിച്ച് അവരെ നായകവൽക്കരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. വേടനെ പോലെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ എന്തോ വലിയ ആളുകളാണ്, ഇവരൊക്കെയാണ് സമൂഹത്തിലെ ഹീറോസ്, അല്ലെങ്കിൽ ഇവരെയൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ബോധം കുട്ടികളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുക. യുവജനങ്ങൾ ആശയം കുട്ടികളിലേക്ക് ഇപ്പം പൊതുവെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സിഗരറ്റ് വലിച്ചാലേ, അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിച്ചാലേ ഞാൻ ആണാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്താലേ ഞാൻ ഹീറോ ആകുള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സ്ത്രീയെ അപമാനിച്ചാലേ ഞാൻ ആണാവുള്ളൂ, അല്ലെങ്കിൽ സ്ത്രീക്ക് മേൽ കൈ വെച്ചാലേ എന്നിലെ ആണത്വം തെളിയിക്കപ്പെടുള്ളൂ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം SFI കഴിഞ്ഞ ദിവസം കോളേജുകളുടെ വാതിൽക്കൽ ശ്രീരാമനെ മോശപ്പെടുത്തിക്കൊണ്ട് എഴുതി വിടുകയാണ്. അത് ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച ശ്രീരാമനാണോ നിങ്ങളുടെ മര്യാദ പുരുഷോത്തമൻ എന്ന് എഴുതി വെക്കുക. അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാമല്ലോ, അവർക്ക് ധൈര്യം ഉണ്ടോ? 6 വയസ്സ് അല്ലെങ്കിൽ 5, 3, 4 വയസ്സുള്ള കുഞ്ഞു പെൺകുട്ടികളെ കൊണ്ടൊന്ന് കല്യാണം കഴിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നവരെയാണോ നിങ്ങൾ മര്യാദ പുരുഷോത്തമന്മാരായിട്ട് കാണുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് ഈ നാട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു പെർട്ടിക്കുലർ മതവിഭാഗം ഉണ്ട്, അവരെ ചോദ്യം ചെയ്യാൻ ഈ പറയുന്ന ആളുകൾ തയ്യാറാവോ? എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ഹിന്ദുക്കളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഈശ്വരന്മാരായി കാണുന്ന ഇതുപോലുള്ള ആളുകളെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടത്തുക. രാമനെ സംബന്ധിച്ചിടത്തോളം രാമൻ ഒരു ഭർത്താവ് എന്നുള്ള ഒരു പൊസിഷനേക്കാൾ അദ്ദേഹം കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അയാളുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും തൻ്റെ മേലോ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിൻ്റെ മേലോ അല്ലെങ്കിൽ തൻ്റെ ഭരണത്തിന് മേലോ ഒരിക്കലും യാതൊരു തരത്തിലുള്ള സങ്കേതങ്ങൾ ഉണ്ടാവരുത്, അവരെല്ലാ കാലത്തും നമ്മുടെ മേൽ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്ന വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അത് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നിരിക്കില്ല. ഇപ്പം എല്ലാവർക്കും ഒരേ സമയം നല്ലൊരു അച്ഛനും നല്ലൊരു ഭർത്താവും നല്ലൊരു മകനും എല്ലാം ആവാൻ കഴിഞ്ഞു എന്നിരിക്കില്ല. പക്ഷെ അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. നമ്മളൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ ശിരസിലേക്ക് വഹിക്കുന്ന സമയത്ത് അദ്ദേഹം പട്ടാഭിഷേകം നടത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ പട്ടാഭിഷേകം നടത്തുന്ന സമയത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്നത് എല്ലാ കാലത്തും എൻ്റെ കുടുംബത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ രാജ്യവും പ്രജകളും ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച വ്യക്തിയാണ് രാമൻ. ആ രാമന് പിന്നീട് ഒരു സമയത്ത് ഒരു സന്ദർഭം വരുന്ന സമയത്ത് തൻ്റെ രാജ്യത്തേക്കാൾ ഉയർന്ന സ്ഥാനം തൻ്റെ ഭാര്യയായിട്ടുള്ള സീതയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെ കുടുംബമാണോ അതോ രാജ്യമാണോ വലുത്? അദ്ദേഹം ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് രാജ്യത്തിന് അപ്പുറത്തേക്കൊരു വില കൊടുക്കില്ല. നമുക്കറിയാം പിണറായി വിജയൻ എന്താ കാണിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം യൂസ് ചെയ്തിട്ട് അയാളുടെ ഭാര്യയുടെ കൂടെയും മക്കളുടെ കൂടെയും വിദേശ രാജ്യങ്ങളിൽ ടൂർ പോവുക, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ തൻ്റെ മകളുടെ മാസപ്പടി കേസ് പോലും ഒതുക്കി തീർക്കാൻ നോക്കുക. ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടുള്ള ഏതൊരു മുഖ്യമന്ത്രിയുടെ കുടുംബം ഇന്ത്യ മഹാരാജ്യത്തുള്ളത്? അയാളുടെ ഒരാളുടെ പേരിലാണോ ആരോപണങ്ങൾ വരിക? അയാളുടെ ഫാമിലിയിലുള്ള മുഴുവൻ ആളുടെ, മകൻ്റെ പേരിൽ, മകളുടെ പേരിൽ, മരുമകൻ്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ, ഇനി അടുത്ത ദിവസം ഇനി കൊച്ചുമക്കളുടെ പേരിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ വരില്ലെന്ന് ആര് കണ്ടു? ഇത്രയധികം തീയില്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ. ഇത്രമേൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഏത് മുഖ്യമന്ത്രിയുടെ കുടുംബമാണ് ഈ രാജ്യത്തുള്ളത്? അപ്പം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തൻ്റെ കുടുംബത്തിന് ഈ രാജ്യത്തേക്കാൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രജകളെക്കാൾ, ഈ നാട്ടിലെ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഭരണാധികാരികൾ ഉള്ള സമയത്ത് ശ്രീരാമനെ പോലുള്ള ഒരാൾ, അദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ഭരണാധികാരികൾ എങ്ങനെയാവണം ഒരു ഭരണാധികാരി എന്ന് അദ്ദേഹത്തെ കണ്ടുപഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നത്? മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത്. മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഭർത്താവിനെയാണോ നമ്മൾ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുക? ഈ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ വൈവാഹിക ജീവിതം, വിവാഹം കഴിക്കുക, ജീവിക്കുക, മക്കളോടൊപ്പം ജീവിക്കുക, ഇതൊക്കെ സെക്കൻഡറി അല്ലേ?
അതായത് അയാളുടെ രാജ്യത്തിൻ്റെ രാജാവാണ്. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യവും തൻ്റെ രാജ്യത്തിലെ പ്രജകളും എന്നുള്ള കോൺസെപ്റ്റിനേക്കാൾ അപ്പുറത്താവരുത് ഒരിക്കലും താനൊരു ഭർത്താവാണ് എന്നുള്ള ഒരു ചിന്ത. അതാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇന്നത്തെ കാലത്ത് കൊണ്ടുപോയി വിലയിരുത്തുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർ തിരിച്ച് ക്രിസ്ത്യാനിറ്റിക്ക് നേരെയോ അല്ലെങ്കിൽ ഇസ്ലാമുകൾക്ക് നേരെയോ ഇവർ ചോദിക്കാൻ ധൈര്യമുണ്ടോ ഈ നാട്ടിലെ SFIക്കാർക്ക്? ഇതേ കാര്യം തന്നെയാണ് വേടൻ ചെയ്യുന്നത്. എനിക്ക് രാമനെ അറിയില്ല, എനിക്ക് രാവണനെ അറിയുള്ളൂ. രാമനെ അറിയാതെ എങ്ങനെയാണ് രാവണനെ അറിയാൻ സാധിക്കുക? രാവണനെ അറിയാതെ എങ്ങനെയാണ് രാമനെ അറിയാൻ സാധിക്കുക? രാമനെ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവണനെ അറിഞ്ഞിരിക്കണം. രാവണനെ അറിയുന്ന ഒരാൾ തീർച്ചയായിട്ടും രാമനെ അറിഞ്ഞിരിക്കണം. അങ്ങനെയല്ലേ? കാരണം അപ്പോൾ ഒരു പ്രതിനായകൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ പ്രതിനായകനെ നായകനാക്കി മാറ്റാനും നായകനെ പ്രതിനായകനാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢാലോചനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുക്കൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ അവരുടെ ആചാരങ്ങളും അവരുടെ സംസ്കാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തി അവരിലൊരു സന്ദേഹം ജനിപ്പിച്ച് അവരെ അവരുടെ സംസ്കാരത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും മൂല്യബോധത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളായി നടക്കുന്നതൊക്കെ ഇതേ പ്രവണതകൾ അല്ലെങ്കിൽ ഇതേ പ്രവൃത്തികൾ ഇവർ മറ്റു മതസ്ഥർക്കിടയിൽ നടത്തും. അല്ലെങ്കിൽ വേറൊരു മതക്കാരുടെ ഇടയിൽ പോയിട്ട് അതിൽ ഇത്രയും ഒരു പബ്ലിക് സ്പേസിൽ ചെന്നിരുന്നിട്ട് ഇതുപോലെ പറയൂ വേറൊരു മതത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റുകൾ തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ ആളുകൾ ഇങ്ങനെ മോശമാണ്, മുഹമ്മദ് നബിയെ പറ്റി ഇതുപോലെ പറയാൻ അവർ തയ്യാറാവുമോ? ഒരിക്കലും തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ മാത്രം ഉണ്ടാവുന്ന സമയത്ത് നമുക്കങ്ങനെ ഹിന്ദുവെന്നോ ഇസ്ലാമെന്നോ മുസ്ലിമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവരെല്ലാ കാലത്തും വലിയ മതേതരത്വം പറയാം, എല്ലാ കാലത്തും നിറം കുറഞ്ഞവരെ പറ്റിയിട്ടുള്ള രാഷ്ട്രീയവും എല്ലാ കാലത്തും താഴ്ന്ന ജാതിയിൽ പെട്ടു എന്ന് ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളെ പറ്റിയിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഇവർ പറയാം. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്തിനാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെ എടുത്തിട്ട് ആളുകൾക്ക് ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. തീർച്ചയായും. ഇപ്പം വേടനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഈ സർക്കാർ വേടനെ സംരക്ഷിച്ച് നിർത്തുന്നത്? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? തീർച്ചയായിട്ടും വേടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ വേടനെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും നല്ലൊരു വേ ആണ് ഈ പറയുന്ന പോലെ ഇന്നത്തെ ഈ ജെൻസി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റുന്ന ഒരു വേ ആണ് മ്യൂസിക്, റാപ്പ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവരിലേക്ക് തെറ്റായ ആശയങ്ങളെ പകർത്തിവിടാനാണ് ഇവർ നോക്കുന്നത്. തീർച്ചയായും.